കള്ളന്മാരെ ചൂണ്ടിക്കാണിച്ചവരെ കള്ളനാക്കുകയാണ് സാധാരണയായി CPMന്റെ ജോലി. പക്ഷേ ഇവിടെ പണി പാളിയിരിക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമത്തെക്കുറിച്ച് വെളിപ്പെടുത്തൽ നടത്തിയ ഡോക്ടർ ഹാരിസ് ഹസനെതിരെ നടപടി ഉണ്ടാകില്ല എന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. അതിനുള്ള ആംബിയർ ഈ പിണറായി സർക്കാരിനില്ല എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. അതുപ്രകാരം ഡോക്ടർ ഹാരിസിനെ തള്ളാതെയാണ് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തള്ളിയാൽ തീർന്നു, ജനങ്ങൾ ഒന്നാകെ ഇളകും സർക്കാരിനെതിരെ. മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചില വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അന്വേഷണ സമിതി റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഉപകരണങ്ങൾ വാങ്ങുന്നതിലും അറ്റകുറ്റപ്പണി നടത്തുന്നതിലും കാലതാമസം നേരിട്ടതായി റിപ്പോർട്ടിൽ പറയുന്നു. സങ്കീർണമായ ഈ നടപടികൾ രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുവെന്നാണ് പച്ച മലയാളത്തിൽ വിദഗ്ധ സമിതി കണ്ടെത്തിയിരിക്കുന്നത്. നടപടിക്രമങ്ങൾ ലഘൂകരിക്കേണ്ടതിൻ്റെ ആവശ്യകത റിപ്പോർട്ട് പറയുന്നു. സംവിധാനത്തിലെ പാളിച്ചകൾ ഹാരിസ് ഡോക്ടർ മാത്രമല്ല, മറ്റ് വകുപ്പ് മേധാവികളും ചൂണ്ടിക്കാട്ടിയതും റിപ്പോർട്ടിലുണ്ട്. സ്ഥാപന മേധാവികളുടെ സാമ്പത്തിക അധികാരം കൂട്ടണമെന്നും റിപ്പോർട്ടിൽ ഒരു ശുപാർശയായി പറയുന്നു. വിദഗ്ധ സമിതി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്കാണ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. DME ആരോഗ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറും. ഉപകരണങ്ങളും മരുന്നും വാങ്ങുന്ന കാര്യത്തിലടക്കം മാറ്റങ്ങൾ ഉണ്ടാവണമെന്നാണ് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട്. ആലപ്പുഴ, കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള മിടുക്കരായ ഡോക്ടർമാരുടെ സംഘമാണ് അന്വേഷണം നടത്തി യാഥാർത്ഥ്യം കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ പിണറായിയാണ് സംസ്ഥാനം ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് എല്ലാം പ്രതീക്ഷിച്ച് തന്നെ നിൽക്കുകയാണ് ഡോക്ടർ ഹാരിസ്. നടപടി തന്നെ മുന്നിൽ കണ്ട് യൂറോളജി വകുപ്പിൻ്റെ ചുമതലയും രേഖകളും അദ്ദേഹം ജൂനിയർ ഡോക്ടർമാർക്ക് കൈമാറിയിരിക്കുന്നു. പെട്ടെന്ന് നടപടി വന്നാൽ വകുപ്പിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാനാണ് രേഖകളടക്കം കൈമാറിയത് എന്നാണ് ഡോക്ടർ ഹാരിസ് വാർത്താ സമ്മേളനം വിളിച്ച് വ്യക്തമാക്കിയത്. നടപടിയെ ഭയക്കുന്നില്ല എന്നും എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ തയ്യാറാണെന്നും ഹാരിസ് പറയുന്നു. ഒരു ഉത്തരവാദപ്പെട്ടയാൾ എന്നുള്ള നിലയിൽ തൻ്റെ മാർഗം തെറ്റായിരുന്നുവെന്ന് തനിക്ക് ബോധ്യമുണ്ട്. പക്ഷേ അതിന് ഫലമുണ്ടായി. സഹികെട്ട് പറഞ്ഞു പോയതിൻ്റെ ഫലമായി ഇപ്പോഴിതാ ശസ്ത്രക്രിയ കഴിഞ്ഞ് രോഗികൾ മടങ്ങിപ്പോവുകയാണ്. അവരുടെ പുഞ്ചിരിയിൽ തന്നെ എല്ലാമുണ്ട്. എന്ത് നടപടി വന്നാലും സ്വീകരിക്കും, ഒരു ജോലി അല്ലെങ്കിൽ വേറെ ഒരു ജോലി ലഭിക്കും എന്നുള്ള നെഞ്ചുറപ്പോടെ തന്നെയാണ് ഡോക്ടർ ഹാരിസ് അവിടെ നിൽക്കുന്നത്. ഇത് പിണറായി വിജയൻ്റെ ഭരണത്തിനുള്ള ആണിയടിക്കൽ തന്നെയാണ്. ജനം ഇളകും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ഇതിനെ കൂടുതൽ വഷളാക്കാതെ, നടപടിയിലേക്ക് കടക്കാതെ രക്ഷപ്പെടാനായിരിക്കും CPM സർക്കാരിൻ്റെ ശ്രമം.